മെയിൻ സ്ട്രീം തെലുങ്ക് സിനിമകൾക്ക് എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെയുള്ളവരൊന്നും എന്തുകൊണ്ട് ഈ കുഴപ്പങ്ങളൊന്നും വലിയ രീതിയിൽ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ബാലയ്യ, ചീരുകാരു തുടങ്ങിയവർ മുതൽ രാം ചരൺ, അല്ലു അർജുൻ വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ചില കുഴപ്പങ്ങളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. കുഴപ്പം നമ്പർ 1. ഒന്നാമത്തെ പ്രശ്നമായി തോന്നിയത് തെലുങ്ക് സിനിമകളിലെ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ സ്ഥിരമായി കാണുന്ന തെലുങ്ക് പെണ്ണുങ്ങൾക്ക് ഇതിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. തെലുങ്ക് സിനിമകളിലെ പെണ്ണുങ്ങളുടെ ഉപയോഗം 3 തരത്തിലാണ്. ഒന്ന്, സുന്ദരിയായ നായിക. നായകന് തല്ലാനും തലോടാനും പാട്ട് സീനുകളിൽ തേങ്ങയെടുത്ത് വയറിലെറിയാനും ഒക്കെയുള്ളതാണ് നായിക. 2, നായകന്റെ അമ്മ. പലപ്പോഴും നായിക തന്നെ തലയിൽ 2 നരയിട്ട് നായകന്റെ അമ്മയാവുന്ന പ്രതിഭാസവുമുണ്ട്. ഈ 2 നരയുടെ ബലത്തിൽ 65 വയസ്സുകാരന്റെ അമ്മയാകാൻ 25കാരി വന്നാലും തെലുങ്ക് മക്കൾ കൈയടിക്കും. ഈ 25കാരി മൊത്തത്തിൽ തുടുത്തങ്ങനെ നിൽക്കും. പക്ഷെ തലയിൽ ഈർക്കിൽ പോലെ 2 നരയുണ്ടാകും. അതും നല്ല യൂണിഫോം പോലെ സിമ്മട്രി ഒക്കെ പാലിച്ചുകൊണ്ടുള്ള നരയായിരിക്കും. എന്നിട്ട് ഈ യുവതികളുടെ ഏട്ടനായും ഇള്ളക്കുട്ടിയായും ഒക്കെ 65 കഴിഞ്ഞവന്മാർ പാൻകേക്ക് കട്ടിക്ക് മുഖത്തിട്ട് ഒരു ഒളുപ്പുമില്ലാതെ പിള്ളകളിയാണ്. ശരീരത്തിലും മുഖത്തിലും 65 വയസ്സിന്റെ മൂപ്പ് വളരെ വ്യക്തമായി മനസ്സിലാകുമെങ്കിലും ഇവരുടെ വിചാരം ഒരു കോട്ട്, ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു വിഗ് ഇതൊക്കെ ഉണ്ടെങ്കിൽ 18കാരിയുടെ വരെ മോനായി ഞാൻ തകർക്കുമെന്നാണ്. അടുത്ത ഉപയോഗമാണ് ഏറ്റവും കോമഡി. മിക്ക മെയിൻ സ്ട്രീം സിനിമകളിലും ഈ 2 ടൈപ്പ് പെണ്ണുങ്ങളല്ലാതെ മറ്റൊരു ടൈപ്പ് പെണ്ണുകൂടി ഉണ്ടാകും. അത് വില്ലത്തിയാണ്. വില്ലത്തി മാരക ബോൾഡ് ആയിരിക്കും. ബോൾഡ് ആണെന്ന് കാണിക്കാൻ ആണുങ്ങൾക്കൊപ്പം കബഡി കളി, ആണുങ്ങളെ തല്ലലൊക്കെയാണ് സ്ഥിരം പരിപാടി. ഈ വില്ലത്തിമാർ ഒടുക്കത്തെ ഓവർ ആക്ടിങ്ങും ഒടുക്കത്തെ ഷോയുമായിരിക്കും ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് വരെ. പിന്നെയുള്ള ഒരു സബ് കാറ്റഗറി ഐറ്റം ഡാൻസ് പെണ്ണാണ്. ചുരുക്കത്തിൽ തെലുങ്ക് മെയിൻ സ്ട്രീം സിനിമകളിലെ പെണ്ണുങ്ങൾ ഒന്നുകിൽ നായകന്റെ പേർവേർഷൻ ക്യൂട്ടായി കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ വില്ലന്റെ പേർവേർഷൻ ക്രൂരമായി കാണിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഡൈ ചെയ്ത നായകന്റെ നരയിട്ട് അമ്മയാവൽ. പിന്നെയുള്ളത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സ്ഥിരം പാറ്റേണിലുള്ള ഒരു ബോൾഡ് ഓവർലോഡ് വില്ലത്തിയും പിന്നെ ഒരു ഐറ്റം ഡാൻസറും. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലുള്ള ഒരു പോക്ക് ഇങ്ങനെയാണ്. കുഴപ്പം നമ്പർ 2. തെലുങ്ക് സിനിമകളിലെ, അതായത് മെയിൻ സ്ട്രീം തെലുങ്ക് സിനിമകളിലെ നായകന്മാരാണ് രണ്ടാമത്തെ കുഴപ്പം. സിനിമയിൽ ഇവരെപ്പോഴും ഒരു ഗോഡ് കോംപ്ലക്സ് ഉള്ളവരാണ്. നായകൻ ദൈവം അല്ലെങ്കിൽ രാജാവ്, ബാക്കിയുള്ളവർ പ്രജകൾ അല്ലെങ്കിൽ നായകനെ വാഴ്ത്തുന്ന അടിമ മൈൻഡ് സെറ്റ് ഉള്ളവർ. ഇത് അംഗീകരിക്കാത്ത 1-2 വില്ലന്മാർ. ഇതാണ് സ്ഥിരം സെറ്റപ്പ്. ഈ ഗോഡ് കോംപ്ലക്സും അടിമ മനോഭാവവും സിനിമ കാണുന്ന പ്രേക്ഷകരിലേക്കും എത്തിക്കുന്ന വിധത്തിലാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഒക്കെ ഇത്തരം സിനിമകൾ ഓക്കെ, പക്ഷേ തെലുങ്ക് മെയിൻ സ്ട്രീം സിനിമകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ളതാണ്. രാജഭക്തിയുടെ വിവിധ വേർഷനുകളാണ് മിക്ക സിനിമകളും. ഇതും പോരാഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമയിലെ നായകനായി അഭിനയിച്ച നടൻ തന്നെ പഞ്ച് ഡയലോഗ് അടിക്കും. എന്റെ DNA തന്നെ റോയൽ ആട എന്നൊക്കെ. സംഭവം ഇവരുടെ അച്ഛന്മാരൊക്കെ തെലുങ്കിലെ ഫേമസ് പീപ്പിൾ ആണ്. അതിന്റെ പൊങ്ങച്ചം സിനിമകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ മോഹൻലാലോ മമ്മൂട്ടിയോ എല്ലാ സിനിമകളിലും വന്ന് എന്റെ അച്ഛൻ വലിയ മറ്റവനാടാ എന്ന് ഓഡിയൻസിനോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ സഹിക്കുമോ? ഇല്ല. പക്ഷെ തെലുങ്ക് ഓഡിയൻസ് സഹിക്കും. നായകന്മാരുടെ മറ്റൊരു പ്രശ്നം ഇവരുടെ പ്രേമസങ്കല്പമാണ്. അൺസഹിക്കബിൾ പ്രേമമാണ് ഇവരുടെ പ്രേമസങ്കല്പം. ഈ 21ാം നൂറ്റാണ്ടിലും സ്റ്റോക്ക് ചെയ്തും ഇൻസൾട്ട് ചെയ്തും ഒബ്ജക്ടിഫൈ ചെയ്തുമൊക്കെയാണ് പ്രേമിക്കൽ. പ്രായമായ ആണുങ്ങളുടെ പ്രേമം തീരെ സഹിക്കാൻ പറ്റില്ല. 65 വയസ്സുകാരൻ 25കാരിയെ പ്രേമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ 65കാരൻ 25 വയസ്സുകാരനായി അഭിനയിച്ച് 25 വയസ്സുകാരനായി പ്രേമിക്കുന്നത് കാണുമ്പോൾ ഓക്കാനും വരും. കുഴപ്പം നമ്പർ 3. മൂന്നാമത്തെ കുഴപ്പം വില്ലന്മാരാണ്. വില്ലന്മാർക്ക് തെലുങ്ക് സിനിമകളിൽ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ഒരു മെയിൻ വില്ലൻ ഉണ്ടാകും. സിനിമയിൽ ബാക്കി എല്ലാവരും നോർമൽ ക്ലോത്ത്സ് ഉപയോഗിക്കുമ്പോൾ ഈ വില്ലൻ പ്രത്യേകം പറഞ്ഞു തയ്യാറാക്കിയ ഈ കീറി പറഞ്ഞ ഫാഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ഈ വില്ലൻ എപ്പോഴും, പ്രത്യേകിച്ച് നായകനെ കാണുമ്പോൾ തുള്ളൽ പനി വന്ന പോലെ വിറച്ചുകൊണ്ടിരിക്കും. വില്ലന്മാർ ഈ ആധുനിക യുഗത്തിലും അരിവാൾ പ്രിയരാണ്. അരിവാളും ഉയർത്തി വിറച്ചുകൊണ്ട് ഒരു പ്രത്യേക ആക്ഷനിൽ ഓടി വരുന്ന വില്ലന്മാർക്ക് അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. മെയിൻ വില്ലൻ നിലത്തിരുന്നോ പടിയിലിരുന്നോ ഒക്കെ ശബ്ദം ചെയ്യൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ദേഷ്യം വന്ന് തട്ടിത്തെറിപ്പിക്കൽ, ഇതൊക്കെ എപ്പോ വേണേലും പ്രതീക്ഷിക്കാം. മെയിൻ വില്ലന് കൂട്ടായി ഒരു പൊളിറ്റീഷ്യൻ, ഒരു കോർപ്പറേറ്റുകാരനൊക്കെ ഉണ്ടാകും. കോർപ്പറേറ്റുകാരൻ കോട്ടിട്ടവനായിരിക്കും. പൊളിറ്റീഷ്യൻ വലിയ സ്വർണ്ണമാല, സ്വർണ്ണമോതിരം, വെളുത്ത വസ്ത്രം ഇതൊക്കെ ചേർന്നതായിരിക്കും. ഇതല്ലാതെയുള്ള വേറെ വെറൈറ്റി വില്ലത്തരങ്ങളൊന്നും തെലുങ്ക് സിനിമകളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. കുഴപ്പം നമ്പർ 4. ഈ കുഴപ്പം എല്ലാ മെയിൻ സ്ട്രീം സിനിമകളിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചില സിനിമകളിൽ, പ്രത്യേകിച്ച് ബാലയ്യ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഫൈറ്റ് ആണ് സംഭവം. ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന വില്ലന്മാരാണ് ഈ സംഭവം. ബാലയ്യ കസേരയിൽ ഇരുന്ന് കാല് പൊക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വില്ലൻ പറന്ന് ആകാശത്ത് പോയി ഹൈഡ്രജൻ ബലൂൺ പോലെ അവിടെ ഒരൊറ്റ നിൽപ്പാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മൂപ്പർ കൈകൊണ്ടൊരു ആക്ഷൻ കാണിച്ചാൽ വില്ലന്മാർ അമ്പ് പോലെ ഒരൊറ്റ പോക്കങ്ങ് പോവും. മേലനങ്ങാതെ നിൽക്കുന്ന നായകനും കഷ്ടപ്പെട്ട് പലവിധ യോഗ പോസുകളിൽ അനങ്ങാതെ നിൽക്കേണ്ടി വരുന്ന വില്ലന്മാരുമാണ് ഫൈറ്റ് സീനുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഫൈറ്റ് സീൻസ് ഒക്കെ ഒരു മേക്ക് ബിലീഫ് ആണ്. പക്ഷെ ഒരു ഗൂസ് ബംപ് ഒക്കെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നായകന്റെ ബോഡി നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ആയിരിക്കണം. ഇതൊന്നും അല്ലെങ്കിൽ ഇത്തിരി കൺവിൻസിംഗ് ആയി അഭിനയിക്കുകയെങ്കിലും വേണം. ഇതൊരു കസേരയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ വില്ലന്മാർ പറന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണാവോ കാണുന്നവർക്ക് ഗൂസ് ബംപ് ഉണ്ടാകുന്നത്. കുഴപ്പം നമ്പർ 5. തെലുങ്ക് സിനിമകളിലെ റെപ്രസെന്റേഷൻ ആണ് 5ാമത്തെ കുഴപ്പം. അതായത് പേരിന് വേണ്ടി എല്ലാ സിനിമകളിലും ഒരു കാദർ ബായ് അല്ലെങ്കിൽ കബീർ ബായ് ഉണ്ടാകും. ഇതിന് ഒരാളെ ആൾക്കൂട്ടത്തിൽ തൊപ്പിയും ഒക്കെ ധരിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാകും, നായകന്റെ മുസ്ലിം മത സൗഹാർദ്ദം കാണിക്കാനായി. ഈ ഒരു കാദർ ബായി വിളിക്കപ്പുറം വേറൊന്നും സിനിമയിൽ ഉണ്ടാകില്ല. മുസ്ലിം റെപ്രസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാദർ ബായിയെ കൊണ്ട് നിർത്തലാണെന്നാണ് ഇവരുടെ വിചാരം. അവസാനത്തെ കുഴപ്പം, സംഭവം നല്ല പൈസയുണ്ട്, നല്ല ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്, നല്ല പൈസ വരുന്നുമുണ്ട്. എന്നിരുന്നാലും അതിനപ്പുറം പൊളിറ്റിക്കലി കറക്റ്റ് ആകുക എന്നതിനെ കുറിച്ച് ചെറിയൊരു ചർച്ച പോലും അവിടെയെങ്കിലും നടന്നു മട്ടില്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ കളിയാക്കുന്നതൊക്കെ ഇപ്പോഴും വളരെ നോർമലാണ്. പ്രേമത്തിൽ നല്ല
നല്ല തല്ല് കിട്ടുന്നത് സ്വാഭാവികമാണെന്നും തല്ല് കിട്ടാത്ത പെണ്ണുങ്ങൾ പ്രേമം എന്താണെന്ന് അനുഭവിച്ച് കാണില്ല എന്നുമൊക്കെ അർജുൻ റെഡ്ഡി സിനിമയെടുത്തവർ പറഞ്ഞ കാര്യമാണ്. ചുരുക്കത്തിൽ തെലുങ്ക് മെയിൻ സ്ട്രീം സിനിമകളിൽ ഭൂരിഭാഗവും ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു 100 വർഷം മുമ്പുള്ള മൈൻഡ് സെറ്റ് വെച്ചെടുത്ത സിനിമകളാണ്. മൈൻഡ് സെറ്റിൽ ഒരു പുരോഗമനവും ഇല്ല. തമ്പുരാക്കന്മാർ, അടിമകൾ, കുലസ്ത്രീകൾ, ഓവർ ആക്ടിംഗ് വില്ലത്തി, ഒരു ഖാദർ ബായ്, ഇതൊക്കെ തന്നെ. എന്താണ് തെലുങ്ക് മെയിൻ സ്ട്രീം സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.